ശ്ലീവ മൂന്നാം ചൊവ്വ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 51 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമ. സ്വർഗരാജ്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പറയുന്ന രണ്ട് ഉപമകളാണ് വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയും വിലപിടിപ്പുള്ള അമൂല്യരത്നത്തിൻ്റെ ഉപമയും. മൂല്യമേറിയവ കണ്ടെത്തുന്നവർ ആദ്യമുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. യേശുവിനെ സ്വന്തമാക്കാൻ മാതാപിതാക്കളെയും കുടുംബത്തെയും സഹോദരീ സഹോദരങ്ങളെയും ഉപേക്ഷിച്ച് സ്വന്തം കുരിശുമെടുത്ത് അനുഗമിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. യേശുവാകുന്ന നിധിയെ നേടാൻ എല്ലാം ഉപേക്ഷിച്ച് പിൻചെല്ലണം. ഏറ്റവും മൂല്യമേറിയ നിധി യേശുവാണ്. അത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നല്ല ചെടിയിൽ തഴച്ചു വളരുന്ന കാട്ടുചെടികളെ പോലെയുള്ള ലൗകിക മോഹങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സമൂലം അടർത്തി മാറ്റുമ്പോൾ വലിയ വേദന തോന്നും. വിലപ്പെട്ടവയെ സ്വന്തമാക്കാൻ വില കുറഞ്ഞവയെ ഉപേക്ഷിക്കണം. സ്വർഗത്തിലെ സമാനത വിട്ടെറിഞ്ഞ് സ്വയം ബലിയാകാൻ വന്ന യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഉപേക്ഷയിലാണ് ഔന്നത്യം നേടിയെടുക്കാനാവുക. മഠത്തിൻ്റെ ശീതളിമ ഉപേക്ഷിച്ചപ്പോൾ മദർ തെരേസ അഗതികളുടെ അമ്മയായി. മ്ലേച്ഛമായ ജീവിതം ഉപേക്ഷിച്ചപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ വിശ്രുതനായ വിശുദ്ധനായി. സ്വർഗരാജ്യത്തിനു വേണ്ടി ഉടുതുണി പോലും ഉപേക്ഷിച്ചപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തുവായി. ലോകത്തിൻ്റെ ലൗകിക സുഖങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവർ അന്ത്യദിനത്തിൽ വലയിൽ നിന്ന് പുറത്തെറിഞ്ഞു കളയുന്ന മൂന്നാം ഉപമയിലെ ചീത്തയും വിലകുറഞ്ഞതുമായ മീനിനു തുല്യം.